എന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. പുലർച്ചെ 4 മണിക്ക് ഇതാ ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവാണ്. കാരണം ഇക്കയ്ക്ക് നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിവും ഉണ്ടാവില്ല, ഒരു മാസം ഉറക്കം ഉണ്ടാവില്ല, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. കാരണം വർക്ക് ഒരു 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് ആൾക്ക് വർക്കിന് പോകേണ്ടി. വൈകുന്നേരം പണി കഴിഞ്ഞ് വരുന്ന സമയം 4:30, 5 മണി, 5:30, 6 മണി ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ വർക്ക് കഴിഞ്ഞ് വരിക. ആ ഒരു മാസം ഉറക്ക് തന്നെ ഉണ്ടാവില്ല, അന്ന് ഫുള്ള് വർക്കായിരിക്കും. കാരണം ഇവർ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലാണല്ലോ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, നാട്ടിലെത്തി അവിടുന്ന് ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ആൾ ഇന്ന് പോവുകയാണ്. ആൾ വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആളെ വീട്ടിൽ പോയി ആളെയും കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. പിന്നെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവരെ തോട്ടത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കയറി. പിന്നെ അത് അവിടുത്തെ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയത്, അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കണ്ണൂർ പത്തലും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് സ്വറകൾ പറയുകയാണ്. പിന്നെ 2 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. കാരണം ഞങ്ങൾ പുലർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. ഇവിടെ എത്താൻ നല്ല ലേറ്റ് ആയിരുന്നു. കാരണം സംസ്ഥാന ലാസ്റ്റ് സമ്മേളനമായിരുന്നു കേട്ടോ ഇന്ന്.